ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് എല്ലാവർക്കും? നമുക്കും സുഖമായിട്ടോ, എല്ലാവർക്കും സുഖമായി ഇരിക്കുന്നു. എൻ്റെ കൂട്ടുകാർക്കും സുഖമല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഇന്ന് ഒരു തോരൻ കറി വെക്കുന്നത് എങ്ങനെയാണ് എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിച്ചു തരാമെന്ന് ഓർത്തുണ്ട്. ഇതുവരെ ആരും വെച്ച് കണ്ടിട്ടില്ല. അപ്പം ഞാൻ വെക്കുന്നത് എൻ്റെ കൂട്ടുകാരെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തുകൊണ്ട് വന്നതാണ്. അപ്പം എൻ്റെ കൂടെ വരുമല്ലേ, അപ്പോൾ നമുക്ക് തോരൻ കറി വെക്കാൻ പോവാം. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പോയി വെച്ചാലല്ലേ നല്ല ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ എൻ്റെ കൂട്ടുകാരും കൂടെ കൂട്ടി നമുക്ക് ഒന്നിച്ച് പോയി കറി വെക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: സവാള 2 എണ്ണം, കരിവേപ്പില, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, അതുപോലെ നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 3-4 എണ്ണം എടുത്ത് അതും നീളത്തിൽ, കാന്താരി മുളകാണ് നമ്മുടെ ഇവിടെ ഉണ്ടായ കാന്താരി മുളക്. കാരണം പ്രത്യേക സന്തോഷം കൂടും. എനിക്ക് നട്ടതെല്ലാം പോയായിരുന്നു, അപ്പോൾ ഈ പ്രാവശ്യം ആയി. അപ്പം നമ്മുടെ കാന്താരി മുളക്, ചക്കക്കുരുവാണ് മെയിൻ താരം. ചക്കക്കുരു വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങ, ബാക്കി പൊടികളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോയാലോ വീഡിയോയിലേക്ക്? അപ്പോൾ എൻ്റെ കൂടെ വരണേ, തീരുന്നോളം വരെ കാണണം കേട്ടോ, എൻ്റെ കൂടെ ഉണ്ടാവണേ. അപ്പം നമുക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചേ. അപ്പം തേങ്ങ ഇടാം കേട്ടോ. നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. ഞാൻ മിക്സിക്കകത്തൊന്ന് ഇതാക്കി അടിച്ചെടുക്കുകയില്ല കേട്ടോ, പെട്ടെന്നാവാൻ വേണ്ടി. ഇത് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇതുവരെ എണ്ണ ഒഴിച്ചില്ലായിരുന്നു. ഇനി കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് മൂപ്പിച്ചെടുക്കാൻ മതി. അപ്പം നമ്മുടെ തേങ്ങ വറുത്ത് കോരി എടുത്ത് വെച്ചു കേട്ടോ. ബ്രൗൺ കളറായപ്പോൾ വാങ്ങിയേ. ഇനി നമുക്ക് തോരൻ വെക്കാൻ വേണ്ടി റെഡിയാക്കാം. എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കേട്ടോ. കടുകിടാം. കടുക് പൊട്ടി വരുമ്പോൾ തന്നെ ജീരകം ഇടാം. പൂച്ചാനോട് പറയുന്നു. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇനി ഉള്ളി ഇടാം. സവോള നീളത്തിലരിഞ്ഞാണ്. അങ്ങനെ ഉള്ളി വാടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടി ഇടാം. ഉപ്പിട്ടു വാടി വരുമ്പോൾ നമുക്ക് അടുത്തിടാം. ഇതെൻ്റെ വെല്ലിമ്മ പറഞ്ഞു തന്ന ഇതാട്ടോ. എൻ്റെ മമ്മീൻ്റെ അമ്മ വെക്കുന്ന തോരൻ കറി ഉണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ വെച്ചാൽ. ആരും ഇങ്ങനെ വെച്ചിട്ടില്ലല്ലോ. നമുക്ക് വെക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒന്ന് വാടി കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് നമ്മുടെ കരിവേപ്പില നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ ഒക്കെ. ഇനി നമുക്ക് കരിവേപ്പില ഇടാം.
അതും വാടി വരുന്നുണ്ട്. കുറച്ച് മുളക്, ചതച്ച മുളക്. വേണമെങ്കിൽ എരിവ് നോക്കിയിട്ട് വേണ്ടുന്നവർക്ക് മതി കേട്ടോ. ഇവിടെല്ലാം നിങ്ങൾക്കറിയാമല്ലോ എരിവ് വേണ്ടവരാണ്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി നമ്മുടെ മെയിൻ താരത്തിനിടാം. നമുക്ക് ഞാൻ ചേരണ്ടി വേവിച്ച് വെച്ചു. അത് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. തീ കൂട്ടി വെക്കാൻ. ഇനി ഈ മസാല ഇരുന്നൊന്ന് കുറച്ച് നേരം പിടിക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഇടണം. മൊത്തം ഇട്ട് കൊടുക്കുക. കൈപ്പണിയിട്ട് എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ? അത് എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് വെക്കണം ഇങ്ങനെ. നന്നായിട്ട് ഇളക്കുക. നമ്മുടെ തോരൻ റെഡിയായി കേട്ടോ. അങ്ങനെ നമ്മുടെ തോരൻ കറി റെഡിയായി കേട്ടോ. നമുക്ക് കൂട്ടി കാണിച്ചു തരാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. മസാലേൻ്റെ തേങ്ങ വറുത്ത് കഴിക്കുന്ന ഒരു പ്രത്യേക മസാലേൻ്റെ അല്ലേ. ചൂടാണ്, നല്ല സാധ്യത. നല്ല അടിപൊളിയാട്ടോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതും കൊണ്ട് ഒരു പ്ലേറ്റ് ചോറ് തിന്നാം. ഇതുമല്ല കേട്ടോ, ഇത് കുറച്ച് എടുത്തിട്ട് ഒരു പ്ലേറ്റ് ചോറ് നമുക്ക് തിന്നാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയും ആ തേങ്ങയൊക്കെ വറുത്തിട്ടതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇതേപോലെ നോക്കണം കേട്ടോ. എൻ്റെ വല്യമ്മ എനിക്ക് പറഞ്ഞു തന്ന, എൻ്റെ മമ്മീൻ്റെ അമ്മ. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ വെക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ചേട്ടായിക്കും മക്കൾക്കും അമ്മമാർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പം എല്ലാവരും ഇതേപോലെ വെച്ച് ഒന്ന് കൂട്ടി നോക്കണം കേട്ടോ. കൂട്ടി നോക്കിയിട്ട് പറയണ അഭിപ്രായം. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ. വെച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റൊക്കെ ഒന്ന് പറയണേ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇതേപോലെ വെച്ച് കൂട്ടിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. പോകല്ലേ. എൻ്റെ എല്ലാ വീഡിയോയ്ക്കും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. യൂട്യൂബിൻ്റെ അകത്തും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.